2024 ഡിസംബർ 5 നടന്ന ISROയുടെ ഒരു പ്രധാന ദൗത്യമായിരുന്നു പ്രോബ-3 മിഷൻ. പ്രോബ-3 മിഷനെ പറ്റി ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ISROയുടെ കൊമേഴ്ഷ്യൽ വിഭാഗത്തിൻ്റെയും സംയുക്ത ദൗത്യമാണ് പ്രോബ-3. പ്രൊജക്ട് ഫോർ ഓൺബോർഡ് ഓട്ടോണമി 3 എന്നതിൻ്റെ ഷോർട്ട് ഫോമാണിത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഇൻഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ IOD ദൗത്യമാണ് പ്രോബ-3. 2024 ഡിസംബർ 5 ഇത് വിക്ഷേപിച്ചു. 1754 കോടി രൂപയായിരുന്നു ചെലവ്. വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം PSLV C-59 ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് വിക്ഷേപിച്ചത്. PSLV C-59 വാഹനം പ്രോബ-3 ബഹിരാകാശ പേടകത്തെ ഉയർന്ന ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ 18 മിനിറ്റിനുള്ളിലാണ് വിജയകരമായി എത്തിച്ചത്. പ്രോബ-3യുടെ ലക്ഷ്യമെന്നത് സൂര്യാന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ള ചൂട് കൂടിയ ഭാഗമായ കൊറോണയെക്കുറിച്ചുള്ള പഠനമാണ്. ഇതിൽ 2 ബഹിരാകാശ വാഹനങ്ങളാണ് ഉൾപ്പെടുന്നത്. കൊറോണ ഗ്രാഫ് അതുപോലെ ഒക്യുൾട്ടർ എന്നീ 2 ബഹിരാകാശ വാഹനങ്ങൾ. കൊറോണ ഗ്രാഫിന് 310 കിലോഗ്രാമും ഒക്യുൾട്ടറിന് 240 കിലോഗ്രാമുമാണ് ഭാരം. അതുപോലെ ഈ ഇരുപേടകങ്ങളും സമാന്തരമായിട്ടാണ് സഞ്ചരിക്കുക. അതുപോലെ കൃത്രിമമായി സൂര്യഗ്രഹണം ഉണ്ടാക്കിയിട്ടാണ് ഇവ പഠനം നടത്തുന്നത്. താങ്ക് യു.